ഗ്രീഷ്മയുടെ കേസ് മാത്രം എടുത്താൽ ഗ്രീഷ്മയ്ക്ക് നൽകിയ വിധി എന്ന് പറയുന്നത് തൂക്കുകയറാണ്. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ പല മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ആരോപണം അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കേസല്ല ഗ്രീഷ്മയുടേത്. മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് ഈ വധശിക്ഷ നൽകുന്നതിനോട് പലർക്കും യോജിപ്പില്ലായിരുന്നു. കാരണം ഏറ്റവും മൃഗീയമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ അങ്ങേയറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് ചിന്തിക്കാൻ കഴിയുന്നതായ സംഭവങ്ങൾ മാത്രമേ വധശിക്ഷ വിധിക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി പലപ്പോഴും ഒട്ടുമിക്ക കേസുകളിലും പരമാവധി ശിക്ഷയായി ജീവപര്യന്തമാണ് നൽകുന്നത്. അത് ഇരട്ട ജീവപര്യന്തം വരെ നൽകാം. നമുക്ക് ഈ പെരിയ ഇരട്ട കൊലപാതക കേസ് കണ്ടാം. ഇവിടെ ഈ ഗ്രീഷ്മ ചെയ്ത കൊലപാതകം ചെറുതാണെന്നോ ഗ്രീഷ്മ ചെയ്ത പ്രവൃത്തി ചെറുതാണെന്നോ നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ ഒരു സംശയം, ഷാരോൺ എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ആ ഉദ്ദേശം നടപ്പാക്കിയത് അല്ലെങ്കിൽ തൻ്റെ ആ പ്രവൃത്തി ചെയ്തത് തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം അവൻ പരസ്യപ്പെടുത്തും. അപ്പോൾ ഈ സ്വകാര്യ ദൃശ്യങ്ങൾ എങ്ങനെ കിട്ടി എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് സമ്മതിച്ച് ചില സ്വകാര്യ നിമിഷങ്ങളാണല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഷാരോൺ അത് ദുരുപയോഗം ചെയ്യും. മാത്രമല്ല ഷാരോണിനെ തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരാളെ വിവാഹം ചെയ്യാനാണ് ഇവൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇവൾക്ക് മനസ്സിലായി ഷാരോൺ ഒഴിഞ്ഞു പോവില്ല. പിന്നെ അടുത്ത ശ്രമം ഷാരോണിനെ കൊല്ലുക എന്നുള്ള. അപ്പോൾ കൊല്ലുമ്പോൾ അത് ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരിക്കണം അത് എന്ന് ഇവൾ തീരുമാനിക്കുകയും ചെയ്തു.